മലപ്പുറത്ത് ജ്വല്ലറി ഉടമയെ സ്കൂട്ടറിൽ ഇടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്നു. പെരിന്തൽമണ്ണ ടൗണിൽ വെച്ചാണ് സംഭവം. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് മടങ്ങുകയായിരുന്ന ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇടിച്ചു വീഴ്ത്തിയാണ് കവർച്ച നടന്നത്. പരിക്കേറ്റ യൂസഫിനെയും ഷാനവാസിനെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി TK അരവിന്ദൻ ചേരുകയാണ് മലപ്പുറത്ത് നിന്നും. അരവിന്ദൻ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം നടന്നത്? ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു? പ്രതികളെ കിട്ടിയിട്ടുണ്ടോ? ശ്രീകാന്തിക ഇന്നലെ രാത്രിയോടെയാണ് രാത്രി 9:30യോടെയാണ് പെരിന്തൽമണ്ണ ടൗണിൽ വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പോലീസിനെയും മറ്റ് അധികൃതരെയും ഞെട്ടിച്ച സംഭവം. പെരിന്തൽമണ്ണ ടൗൺ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലം മാത്രമാണുള്ളത്. ഇവിടെ ജൂബിലി ജംഗ്ഷനിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായത്. MK ജ്വല്ലറി, പെരിന്തൽമണ്ണയിലുള്ള MK ജ്വല്ലറി ഉടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ കാറിടിപ്പിച്ച് തെറിപ്പിച്ച ശേഷം സ്വർണം കവരുകയായിരുന്നു. ഇവരെ എതിർദിശയിൽ വന്ന മഹേന്ദ്ര കാർ ഇവരെ ഇടിച്ചു വീഴ്ത്തുകയും ഇവരെ സ്കൂട്ടറിൽ ഇടിച്ചു വീഴ്ത്തുകയും പരിക്കേറ്റ യൂസഫിന്റെ മുഖത്തിടിക്കുകയും ചെയ്തതിനു ശേഷം കുരുമുളക് സ്പ്രേയും ഉപയോഗിച്ചു എന്നാണ് അറിയുന്നത്. ഇതിനുശേഷമാണ് സ്വർണ്ണമടങ്ങിയ ബാഗുമായി കവർച്ചാ സംഘം മടങ്ങിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. സ്ഥിരം കവർച്ച ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. യൂസഫിനെയും സഹോദരനെയും പരിക്കുകളോടെ രാത്രി തന്നെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നഗരമധ്യത്തിൽ നടന്ന സംഭവം പോലീസിന് വളരെയധികം ഞെട്ടിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ വളരെ ഊർജിതമായി അന്വേഷണം നടത്തുകയാണ്. പ്രതികളെ കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ഇതിൽ നടപടിക്രമങ്ങൾ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉടനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീകാർത്തിക.